അസ്സലാമു നമസ്കാരം. PTS ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലപ്പുറം ജില്ലയിലെ എടക്കര നിന്ന് നാരേക്കാവ് വന്നു കഴിഞ്ഞാൽ അതിമനോഹരമായി 8 സെന്റില് ഒരു 1150 സ്ക്വയർ ഫീറ്റിന്റെ വീടാണ് ഇപ്പൊ നിങ്ങൾക്ക് കാണിച്ചിരുന്നത്. ആരും ആഗ്രഹിക്കുന്ന സ്വന്തമായിട്ടൊരു പുതിയൊരു വീടാണ്. നോക്കിങ്ങൾ വണ്ടി വാഹനങ്ങളൊക്കെ നേരെ വീട്ടിലേക്ക് വരാനുള്ള സൗകര്യമുണ്ട്. ഇതില് വെള്ളത്തിന് കിണർ മാത്രമില്ല, എടുക്കുന്ന വ്യക്തികൾക്ക് കിണർ കുത്താൻ അല്ല തന്നെ കൂടുതൽ താഴ്ച ഇല്ലാത്ത സ്ഥലമാണ്. അടിപൊളി സ്ഥലമാണ്. വെള്ളം കയറുന്ന സ്ഥലമല്ല, ഫോറസ്റ്റ് ഏരിയ അല്ല. അതാണ് ഏറ്റവും കൂടുതൽ എന്നോട് പറയാനുള്ളത്. അധികം വർഷമായിട്ടില്ല, ആകെ 1 വർഷമായിട്ടുള്ളൂ ഈ വീട് കയറ്റിയിട്ട്. നല്ല മലപ്പുറം കല്ലുകൊണ്ട് നല്ല മെറ്റീരിയൽ ഉപയോഗിച്ച് കയറ്റിയ വീടാണ്. അപ്പോൾ എന്താ നിങ്ങൾ ചോദിക്കും, ഈ വീട് എന്തിനാ കൊടുക്കണവരേന്ന് ചോദിക്കുന്നത്. അത് ഒരു ചെറിയൊരു സാഹചര്യം കൊണ്ട്, ഓരോ ആൾക്കാർക്ക് ഓരോ പല പ്രശ്നങ്ങളുണ്ട്, സാഹചര്യം കൊണ്ടാണ് കൊടുക്കുന്നത്. അല്ലാതെ ഒരു വിഷയങ്ങളെ ഒന്നുമില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഈ വീട് കാണണമെങ്കിൽ ഇവിടെ വന്നിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. അടിപ്പണി കഴിഞ്ഞിട്ടില്ല. എടുക്കുന്ന വ്യക്തികൾക്ക് ഗ്രാനൈറ്റ് ഏതൊക്കെ നമുക്ക് ഡിസൈൻ മോഡൽ, നിങ്ങൾക്ക് ടൈൽസോ ഗ്രാനൈറ്റോ മാർബോണൈറ്റോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡൽ ഇടാം. അത് നല്ലൊരു സൂപ്പർ വീടാണ്. വീടിന്റെ ജനാലുകളൊക്കെ ഫുൾ ഫാബ്രിക്കേഷൻ വർക്കാണ് ചെയ്തിട്ടുള്ളത്. നല്ല സൂപ്പർ മെറ്റീരിയൽ ഉപയോഗിച്ച് തന്നെ വീടിന്റെ വർക്കും കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. പിന്നെ കട്ടില, ഏത് വീട് നോക്കുകയാണെങ്കിലും ഇത് ഫുള്ള് ഇരുമ്പിലൂടെ നോക്കി അത്യാവശ്യം നമ്മളറിയാ ചതിൽ പിടിച്ചു പോകാതിരിക്കാൻ വേണ്ടി നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ഉപയോഗിച്ച് നല്ല ഇരുമ്പിലാണ് ഇതിന്റെ കട്ടിൽ ഉപയോഗിച്ചിട്ട്. ഡോറും കണ്ടോളി ഡിസൈൻ മോഡൽ വരുന്ന ഡോറാണ്. നേരെ ഉൾഭാഗത്തേക്ക് കയറി കഴിഞ്ഞാൽ ലിവിൻ ഹാളിലേക്ക് കയറിയപ്പോൾ ആളുകൾക്ക് വന്നിരിക്കാനുള്ള സൗകര്യം ഒന്ന് നോക്കിക്കോളൂ. നമുക്ക് സോഫ ഇടാനും നല്ല സൗകര്യമുണ്ട്. നമ്മളൊരു ക്ലാരിറ്റി കുറച്ച് കുറവുണ്ട്, കറണ്ട് ഇല്ലാത്തത് കൊണ്ട്. എല്ലാ സ്ഥലത്തും ഇപ്പോൾ മഴ പെയ്യൽ തുടങ്ങി, കാലാവസ്ഥ ജൂൺ, സ്കൂൾ തുറക്കാനായി. അപ്പോൾ കൂടുതൽ ആളുകൾ ആഗ്രഹിക്കുന്നത് എന്താണ്, ഒരു സ്വന്തമായിട്ടൊരു വീട് കിട്ടുന്നെങ്കിൽ, അത് നല്ല ഒരു പുതുപുത്തൻ വീട് കിട്ടുന്നെങ്കിൽ താല്പര്യപ്പെടുന്ന ആളുകളാണ് നമ്മളൊക്കെ. ഡൈനിങ് ഹാള്, ഭക്ഷണം കഴിക്കുന്ന സ്പേസിൽ എനിക്ക് സൗകര്യം നോക്കിക്കോളൂ. ഹാള് നല്ല വിശാലമായ ഹാള് തന്നെ. മുകളിലേക്കുള്ള സ്റ്റെയർ കേസിന്റെ വർക്ക് കണ്ടോ നിങ്ങൾ, നല്ല ആർച്ച് മോഡൽ മുകളിലേക്ക് ഇങ്ങനെ കറങ്ങിയാണ്. മുകളിലേക്ക് സൂപ്പറായിട്ട് നമുക്ക് മുകളിലേക്ക് ഇങ്ങനെ പോയി നിൽക്കാൻ നല്ല സൗകര്യത്തിൽ നല്ല സ്പേസ്. ചെയിൻ കോണി എന്നാണ് ഇതിന്റെ മോഡൽ വരുന്നത്. കാരണം ഇതിന്റെ ഒരു ചതുരത്തിന്റെ മോഡലാണ് വരുന്നത്. മുകൾ ഭാഗത്തേക്ക് ശ്രദ്ധിച്ചുകൊണ്ട്, മുകൾ ഭാഗത്ത് ഫുള്ള് നമ്മള് സീറ്റാണ് ഇട്ടിട്ടുള്ളത്. നല്ല സെറ്റപ്പിൽ നല്ല ഹൈറ്റിലാണ് വീടുള്ളത്. വീടിന്റെ വർക്കും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ട് നല്ല ഹൈറ്റിലാണ് വീട് വർക്ക് ചെയ്തിട്ടുള്ളത്. ഞാൻ ഫസ്റ്റ് കയറി വരുമ്പോൾ തന്നെ നമുക്ക് കാണാം ചെറിയൊരു പ്രാർത്ഥന റൂമായിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഉപയോഗിക്കാൻ ചെറിയൊരു റൂം, നമുക്ക് നമസ്കരിക്കാനും പ്രാർത്ഥനക്കൊക്കെ നല്ലൊരു റൂം, ചെറിയൊരു ഒതുങ്ങിയ റൂം, അതിന് ഉപയോഗിക്കാൻ പറ്റിയൊരു റൂമാണ്. അത്യാവശ്യം നല്ലൊരു ഉൾവീതി നീളമുണ്ട്. പിന്നെ ഞാൻ പോണത് നേരെ ഫസ്റ്റത്തെ റൂമിലേക്ക്. അതായത് ഫസ്റ്റത്തെ റൂം നോക്കി നിങ്ങൾ 6 വലിയ കട്ടിലിട്ട് കഴിഞ്ഞാൽ 6 വലിയ കട്ടിലിട്ട് കഴിഞ്ഞാൽ നല്ല സ്പേസും കാര്യങ്ങളുണ്ട്. നല്ല മുകൾ ഭാഗത്തൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു, നല്ല സൂപ്പറായി പുണ്യത്തിന്റെ അലമാരൊക്കെ ഫുള്ള് സെറ്റ് ചെയ്ത് നല്ല ഒരു വീട് തന്നെയാണ്. വെട്ടുകല്ലാണ്, നല്ല സൂപ്പർ വർക്കും കാര്യങ്ങളും എടുത്തിട്ടുള്ളത്. വെട്ടുകല്ല് നല്ല സൂപ്പർ കല്ല് തന്നെയാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഞാൻ നേരെ കോമൺ ബാത്റൂം, ഇതിന്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ കണ്ടിരുന്നത് 3/4 ഭാഗം വരെ ടൈലിട്ടിട്ടുണ്ട്. ബാത്റൂം ഫുൾ ടൈല്, വാട്ടർ ഓഫ് ചെയ്ത ടൈലിട്ടുണ്ട്. സാധാ ക്ലോസറ്റ് ആണ് ഇതിലുള്ളത്. ഇത് കോമൺ ബാത്റൂം ആയതുകൊണ്ട് സാധാ ക്ലോസറ്റ് ഇതിലേക്ക് മതി. ഇതിനി ഫസ്റ്റ് റൂം കണ്ട് 2ാമത്തെ റൂമിലേക്കാണ് പോകുന്നത്. 2ാമത്തെ റൂമിന്റെ സ്പേസും അതേമാതിരി നിങ്ങൾ ശ്രദ്ധിച്ചോളി. അത്യാവശ്യം നല്ല സ്പേസ് തന്നെ നമ്മൾ ഇതിന്റെ ഉൾഭാഗം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് വീടുള്ളത്, നല്ല പൊക്കം, നല്ല ഹൈറ്റിലാണ് വീടുള്ളത്. അങ്ങനെ 2ാമത്തെ റൂമും അറ്റാച്ച്ഡ് ബാത്റൂമാണ്. പക്ഷെ അത് വർക്ക് ചെയ്തിട്ടില്ല. എടുക്കുന്ന വ്യക്തികൾക്ക് അടിപ്പണി അതേമാതിരി വയറിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ വൈറ്റ് സിമെന്റ് പെയിന്റ് അടിച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പണികൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ക്ലോസറ്റുകൾ, നിങ്ങൾക്ക് ടൈൽസ് ഗ്രാനൈറ്റ് വേണ്ടത്, മാർബോണൈറ്റ് വേണ്ടത്, അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡലാക്കി വീടിന്റെ പണികൾ ബാക്കിയുള്ള തീർക്കുക. അങ്ങനെ കുറഞ്ഞ ഭാഗങ്ങൾ പണി അത്യാവശ്യം ഇതിന്റെ ഭാഗങ്ങളെല്ലാം പണി തീർത്ത് കഴിഞ്ഞാൽ വീട് കാണാൻ തന്നെ നല്ലൊരു രസം ഉണ്ടാക്കാണ്ട്. പിന്നെ അലമാര നമ്മൾക്ക് പ്ലെയിൻ ആക്കി ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇനി റാക്ക് മോഡൽ എടുത്തുകൊണ്ട് ഇനി TV മോഡൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കണമെങ്കിൽ കൊടുക്കുക. അങ്ങനെ സെറ്റായിട്ടുള്ളൊരു വീടാണ്. നേരെ അടുക്കളയിലേക്ക് വന്നപ്പം അതിന്റെ വിശാലത, നല്ല സൗകര്യത്തിൽ ചെറിയ അത്യാവശ്യം നമുക്ക് ഗ്യാസ് വെക്കാനും മുകൾ ഭാഗത്തൊക്കെ 2 സ്ലാബ് കൊടുത്ത് നമുക്ക് റാക്കുകൾ കൊടുക്കണമെങ്കിലൊക്കെ അത് സെറ്റാക്കി കൊടുക്കും. എല്ലാ ഭാഗങ്ങളും ഒന്ന് ശ്രദ്ധിച്ചോളിട്ടോ. ഫ്രിഡ്ജ്, നമുക്ക് മിക്സികൾ നമുക്ക് വെക്കാനുള്ള, നമുക്ക് മിക്സി ഉപയോഗിക്കാൻ അതിന്റെ പ്ലഗും കാര്യങ്ങളും കൊടുത്തിട്ട് ആലുവ അടുപ്പ്
ഇരുമ്പാണ് സാധനം, കാരണം ക്വാളിറ്റി നല്ല ഇരുമ്പാണ്. ആലുവ അടുപ്പ് മുകളിലേക്ക് ചിമ്മിനി ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ടൈൽസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് വിട്ടിട്ടുണ്ട്. അങ്ങനെ അടുക്കള കിച്ചണിൽ ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ട് റൂമിലേക്ക്. കണ്ടോ, റൂമിലേക്ക് ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി അഥവാ ഇനി ആരെങ്കിലും രോഗിയായിട്ടിരിക്കണോ, കല്ലും കാലും സുഖമില്ലാത്തിരിക്കണോ ആൾക്കാർക്കൊക്കെ ഇങ്ങനെ ഇതാ ഇവിടെ അങ്ങോട്ട് കൊടുക്കാം, നമുക്ക് ചെറിയ കട്ടിലിട്ടാലേ അങ്ങനെയുമാണ് ഉപയോഗിക്കാം. എത്ര പിന്നെ പറയുന്നത് നമ്മളെ സർപ്പത്തിയും പറയപ്പതേ ഇതെന്താ ഇവിടെ ഒരു തുള കൊടുത്തിക്കണേ. ഇത് പിന്നെ ഒരു ഭാഗത്തിന്റെ ഒരാളുകൾ ആരെങ്കിലും കണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് പെട്ടെന്ന് ഇതാക്കണ് അതിലങ്ങനെ പോകണ്ട, അത് അങ്ങനെ കൊടുക്കുക, കട്ടിലിവിടെ ഇട്ടാ എന്താണ് സൗകര്യം, വല്ലാത്ത ജാതി. അപ്പോ 8 സെന്റില് 1150 സ്ക്വയർ ഫീറ്റിന്റെ വീട്. നമ്മള് ഏറ്റവും കൂടുതൽ ആൾ നോക്കി സ്കൂളിൽ ഇങ്ങനെ പഠിപ്പിക്കുന്നത് ഇവിടുന്ന് ഇങ്ങനെ കേൾക്കും, അത്ര അടുത്താണ്. പിന്നെ അതേമാതിരി എല്ലാം ഹോസ്പിറ്റല് ക്ലിനിക്കൊക്കെ ഇവിടുന്ന് ആകെ നടന്ന് ഒരു 30 വേണ്ട അല്ലേ നടക്കാനുള്ള ദൂരമുള്ളൂ ക്ലിനിക്ക്. അതേമാതിരി കടയായാലും ഒരു എന്ത് സാധനം മേടിക്കാൻ പോകണമെങ്കിൽ ഒക്കെ നടന്ന് പോയാൽ മതി. വണ്ടിക്ക് നമ്മൾ ആഗ്രഹിക്കേണ്ട ആവശ്യമേ ഇല്ല. 1150 സ്ക്വയർ ഫീറ്റിന്റെ വീട്. ഈ വീട് നമ്മൾ ചോദിക്കുന്നത് 22 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. പിന്നെ കച്ചോടല്ലേ, 8 സെന്റ് കേട്ടോ, നല്ല സൂപ്പർ. 22 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. കച്ചോടല്ലേ, വെള്ളം കയറൂല, ഫോറസ്റ്റ് ഏരിയ അല്ല, വണ്ടി വാഹനങ്ങൾ വീട്ടിലേക്കുള്ള വരാനുള്ള സൗകര്യമുണ്ട്. കിണർ നമ്മൾ ഇതിൽ എവിടെയൊക്കെ മണിക്കും ഇഷ്ടപ്പെട്ടത് കുത്ത പണ്ടെങ്കിൽ നിങ്ങൾക്ക് വെള്ളം ഉപയോഗിക്കുന്ന തൊട്ടടുത്ത് തന്നെ കിണറുണ്ട്. വാഹനം ഉപയോഗിക്കണതിൽ കുഴപ്പമില്ല, നല്ല സൗകര്യമുള്ള വീടാണ്. അപ്പോൾ നിങ്ങൾ അടിയിൽ കാണുന്ന നമ്പറുമായിട്ട് പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ.